വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്ന പാഠം NCERT സിലബസിലെ 1ാം ക്ലാസ്സിലെ ഹോപ്പ് എ ലിറ്റിൽ മുതലുള്ള പാഠങ്ങളാണ്. നമുക്ക് ഈ പാഠം ഒന്ന് വായിച്ചു നോക്കിയാലോ? ലെറ്റ് us sing. വായിക്കുവാനല്ല, പാടാനാണ് പറയുന്നത് കേട്ടോ. ലെറ്റ് us sing. അപ്പം ഇതൊരു പോയമാണ്, ഇതൊരു കവിതയാണ്. ഹോപ്പ് എ ലിറ്റിൽ, നമുക്ക് കുറച്ചൊന്ന് ചാടാമെന്നാണ് പറയുന്നത്. ഹോപ്പ് എ ലിറ്റിൽ, അല്പമൊന്ന് ചാടാം. ഹോപ്പ് എ ലിറ്റിൽ, ജമ്പ് എ ലിറ്റിൽ, 1 2 3. Hop a little, jump a little, 1 2 3. Stamp a little, skip a little, tap 1 knee. Stamp a little, skip a little, tap 1 knee. നമുക്കൊന്നുകൂടി ഒന്ന് വായിച്ചാലോ? അല്ല, ചെറുതായിട്ടൊന്ന് പാടിയാലോ? ഹോപ്പ് എ ലിറ്റിൽ. ഹോപ്പ് എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അല്പമൊന്ന് ചാടിയാലോ എന്നാ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ ചാടുക. എ ലിറ്റിൽ മീൻസ് കുറച്ചൊന്ന് ചാടിയാലോ. അതിൻ്റെ അർത്ഥം നമുക്ക് കുറച്ചൊന്ന് ചാടിയാലോ എന്നാ. മനസ്സിലായോ? ജമ്പ് എ ലിറ്റിൽ, അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്, അല്പം ഒന്ന് ചാടിയാലോ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ ജമ്പെന്ന അർത്ഥം കേട്ടോ. അല്പം ഒന്ന് ചാടിയാലോ. 1 2 3, 1 2 3 എന്നും പറഞ്ഞോണ്ടേ ആ കുട്ടി ചാടുന്ന കണ്ടില്ലേ? ഒരു കുട്ടി ഒരു ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ടൊരു പെൺകുട്ടി കണ്ടില്ലേ? നീല ഫ്രോക്കൊക്കെ ഇട്ടൊരു പെൺകുട്ടി കണ്ടില്ലേ? അതങ്ങോട്ട് ചാടുന്നതാണ്. ഹോപ്പ് എ ലിറ്റിൽ, ജമ്പ് എ ലിറ്റിൽ, 1 2 3. അത് 1 2 3 എന്നും പറഞ്ഞ് ഇത് പാടിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ചാടുന്നത് കേട്ടോ. സ്റ്റാമ്പ് എ ലിറ്റിൽ, സ്കിപ്പ് എ ലിറ്റിൽ, ടാപ്പ് 1 knee. സ്റ്റാമ്പ് എ ലിറ്റിൽ, സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിക്കുക എന്നർത്ഥം. ഒരു കാല് കൊണ്ട് ചവിട്ടി മെതിക്കുന്നതിനോ 2 കാല് കൊണ്ട് വീണ് ചവിട്ടി മെതിക്കുന്നതിനോ സ്റ്റാമ്പ് എന്ന് പറയുന്നത്. നല്ല ശക്തിയായിട്ട് തറയിലോട്ട് ചവിട്ടുന്നതിനാണ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സ്റ്റാമ്പ് എ ലിറ്റിൽ, സ്കിപ്പ് എ ലിറ്റിൽ. എന്താണ് ഈ സ്കിപ്പ് എന്ന് പറഞ്ഞാൽ? സ്കിപ്പ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ചാടുക എന്നർത്ഥം. തുടർച്ചയായിട്ട് ചാടുക, അതാ സ്കിപ്പ്. പെൺകുട്ടി കണ്ടോ തുടർച്ചയായിട്ട് ചാടിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ കയ്യിലൊരു ചരട് കണ്ടോ? ആ ചരടിൻ്റെ 2 അറ്റത്തും ഓരോ പിടിയുണ്ട്, അതെല്ലാം പിടിച്ചിരിക്കുക. ആ ചരടിൻ്റെ പേര് സ്കിപ്പിംഗ് റോപ്പ് എന്നാണ്. അത് സ്കിപ്പിംഗ് റോപ്പ് എന്ന് പറയുന്ന ഒരു ചരടാണ്. അതിട്ടുകൊണ്ട് ഇങ്ങനെ ചാടുകയാണ്. സോ ആവർത്തിച്ച് ചാടുകയാണ്. അത് സ്കിപ്പിംഗ് ആണെന്ന് അതിൻ്റെ പേര്. അങ്ങനെ ചാടിയാലും സ്കിപ്പിംഗ് എന്നാ പറയുക. തുള്ളുന്നത് പോലെ ചാടുക. സോ സ്കിപ്പ് എ ലിറ്റിൽ, ഒന്ന് സ്കിപ്പ് ചെയ്യട്ടെ എന്നാ, അല്പം ഒന്ന് സ്കിപ്പ് ചെയ്യട്ടെ. ടാപ്പ് 1 knee. ടാപ്പ് എന്ന് പറഞ്ഞാൽ പതുക്കെ തട്ടുക. ടാപ്പ് 1 knee മീൻസ് കാലിൻ്റെ മുട്ട പതുക്കെ ഒന്ന് തട്ടിട്ടെന്നാ കേട്ടോ. നമ്മൾ അടുത്ത പേജിലേക്ക് വന്നു കേട്ടോ. നമ്മൾ അടുത്ത പേജിലേക്ക് വന്നു. കണ്ടില്ലേ? ഒരു പെൺകുട്ടിയെ നൃത്തം ചെയ്യുകയാണ്. വേറൊരു ആൺകുട്ടിയുണ്ട്, അവൻ കോട്ടുവായി ഇടുകയാണല്ലേ. എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. Dance a little, twist a little, shake your hand. Dance a little, twist a little, shake your hand. അല്പം ഒന്ന് നൃത്തം ചെയ്യട്ടെ. ഡാൻസ് മീൻസ് നൃത്തം എന്നാണ്. ഡാൻസ് എ ലിറ്റിൽ, അല്പം ഒന്ന് നൃത്തം ചെയ്യട്ടെ. ട്വിസ്റ്റ് എ ലിറ്റിൽ, അല്പം ഒന്ന് തിരിയട്ടെ, അല്ലെ വളഞ്ഞ് തിരിയട്ടെ. അല്പം ഒന്ന് വളഞ്ഞ് തിരിയട്ടെ. ട്വിസ്റ്റ്, ഒരു ബോഡി ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. നൃത്തം ചെയ്യുമ്പോൾ ശരീരമൊക്കെ ഒന്ന് വളച്ച് തിരിക്കുകയല്ലേ, അതാ. ട്വിസ്റ്റ് എ ലിറ്റിൽ, അല്പം ഒന്ന് വളഞ്ഞ് തിരിയട്ടെ. ഷെയ്ക്ക് യുവർ ഹാൻഡ്, നിങ്ങൾ കയ്യൊന്ന് കുലുക്കിക്കേ. ഷെയ്ക്ക് മീൻസ് കുലുക്കുക എന്നാ. കുലുക്കുക, ഇളക്കുക എന്നൊക്കെ ഈ ഷെയ്ക്ക് എന്ന് പറഞ്ഞ അർത്ഥം. അപ്പം എന്താ പറയുന്നത്? ഡാൻസ് എ ലിറ്റിൽ, അല്പം ഒന്ന് നൃത്തം ചെയ്യുക. ട്വിസ്റ്റ് എ ലിറ്റിൽ, അല്പം ഒന്ന് ശരീരം വളച്ചിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഷെയ്ക്ക് യുവർ ഹാൻഡ്, നിങ്ങൾ കൈകളൊന്ന് കുലുക്കിക്കേ, അല്ലെ കൈകളൊന്ന് ഇളക്കിക്കേ എന്നൊക്കെയാണ്. അടുത്തത് നോക്കാം. യോൺ എ ലിറ്റിൽ, സ്ലീപ്പ് എ ലിറ്റിൽ, ഇൻ യുവർ ബെഡ്. യോൺ എ ലിറ്റിൽ, സ്ലീപ്പ് എ ലിറ്റിൽ, ഇൻ യുവർ ബെഡ്.
അതെന്താ അങ്ങനെ പറയുന്നത് നോക്കാം. യോൺ എ ലിറ്റിൽ കോട്ടുമായിട്ടെ അല്ലേ, അല്പം ഒന്ന് കോട്ടുമായിട്ടെന്നാ പറയുന്നത്. കണ്ടില്ലേ ആ നീല ഷർട്ട് ധരിച്ച ആ കുട്ടിയെ, കുട്ടി ആ ബോയ്, അവനിങ്ങനെ കോട്ടുമായിടുക. യോൺ എ ലിറ്റിൽ അല്പം ഒന്ന് കോട്ടുമായിട്ടേ. സ്ലീപ്പ് എ ലിറ്റിൽ അല്പം ഒന്ന് ഉറങ്ങിക്കേ. സ്ലീപ്പ് എ ലിറ്റിൽ ഇൻ യുവർ ബെഡ് നിങ്ങളുടെ ബെഡിൽ പോയി കിടന്നേ ചെറുതായിട്ടൊന്ന് ഉറങ്ങിക്കേന്നും കൂടിയാണ് പറയുന്നത്. യോൺ എ ലിറ്റിൽ സ്ലീപ്പ് എ ബിറ്റിൽ ലിറ്റിൽ ഇൻ യുവർ ബെഡ്. ഒന്നുകൂടെ വായിക്കാവേ. യോൺ എ ലിറ്റിൽ സ്ലീപ്പ് എ ലിറ്റിൽ ഇൻ യുവർ ബെഡ്. അപ്പോഴേ നിങ്ങൾ ഈ പോയ ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് പാടി പഠിക്കണേ കേട്ടോ. നന്നായിട്ട് പാടി പഠിക്കണം. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ന്യൂ വേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയ വാക്കുകൾ, ന്യൂ വേർഡ്സ്. ഹോപ്പ്, HOP, ഹോപ്പ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ചാടുക എന്നാ, മനസ്സിലായില്ലേ? ഹോപ്പ്, ചാടുക. ഹോപ്പ് മീൻസ് ജമ്പ് തന്നെയാണ്. കണ്ട് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് JUMP, ജമ്പ്. അതിൻ്റെ അർത്ഥവും ചാടുക എന്നാണ്. ഹോപ്പിൻ്റെ അർത്ഥം ജമ്പ് എന്നാണ്. ആ രണ്ടിൻ്റെ അർത്ഥം ചാടുക എന്ന് കേട്ടോ. STAMP, സ്റ്റാമ്പ്. കാലുകൊണ്ട് ചവിട്ടി മെതിക്കുക എന്ന്, മനസ്സിലായില്ലേ? സ്റ്റാമ്പ് നല്ല ശക്തിക്ക് താഴേക്ക് ചവിട്ടുന്നതിനാണ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശക്തിയായിട്ട് തറയിലേക്ക് ചവിട്ടുക. സ്കിപ്പ് എന്ന് പറഞ്ഞാലോ, സ്കിപ്പ് ആവർത്തിച്ച് ചാടുക, തുള്ളുന്നത് പോലെ ചാടുക. സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്കിപ്പിംഗ് റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ചാടുന്നതിന് സ്കിപ്പിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്കിപ്പ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ചാടുക എന്നാണ്. TAP, ടാപ്പ്. ടാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാപ്പ് എന്ന് പറഞ്ഞാൽ പതുക്കെ തട്ടുക. കൈകൊണ്ട് പതുക്കെ തട്ടുന്നതിന് ടാപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. ടാപ്പ്. അടുത്ത വാക്ക് എന്നാണ്? DANCE, ഡാൻസ്. DANCE, ഡാൻസ്. മനസ്സിലായോ? ട്വിസ്റ്റ്. അടുത്ത് TWIST, ട്വിസ്റ്റ്. വളയുക. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളയുക, തിരിക്കുക എന്നൊക്കെ അർത്ഥം. ട്വിസ്റ്റ്. SHAKE, ഷെയ്ക്ക്. ഷെയ്ക്ക് എന്ന് പറഞ്ഞാലോ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇളക്കുക, കുലുക്കുക എന്നൊക്കെയാണ് ഷെയ്ക്ക്. അടുത്ത യോൺ എന്നാ. യോൺ എന്താ? യോൺ കോട്ടുക, ഇടുക. മനസ്സിലായോ? കോട്ടുക, ഇടുക എന്നാണ് പറയുന്നത്. യോൺ. YAWN, യോൺ. അടുത്ത വാക്ക് സ്ലീപ്പ് എന്ന. SLEEP, സ്ലീപ്പ്, ഉറങ്ങുക. നമ്മളൊക്കെ ഉറങ്ങാറില്ലേ? ബെഡിൽ കിടന്നുറങ്ങുമല്ലോ. എവിടെ കിടന്നുറങ്ങിയാലും SLEEP എന്ന് പറയുന്നത് സ്ലീപ്പ്, ഉറങ്ങുക എന്ന അർത്ഥം കേട്ടോ. ഉറങ്ങുക. പറഞ്ഞ് നമ്മളിത് അടുത്ത പേജിലെത്തി. കണ്ടില്ലേ? ആകെ മഞ്ഞ നിറമുള്ളൊരു മുറ്റം. അതെന്തുവാ? സ്കൂളിൻ്റെ മുറ്റമാണെന്ന് തോന്നുന്നു അല്ലേ? സ്കൂളിൻ്റെ മുറ്റമാകാം. അതെ, സ്കൂളിൻ്റെ മുറ്റമാണ് അല്ലേ? നോക്കി, അതൊരു പിക്ചർ ടോക്കാണ്. പടമൊക്കെ കണ്ടിട്ട് നമ്മൾ പറയണം എന്താ സംഭവിക്കുന്നതെന്നേ. കണ്ടില്ലേ? ഒരു കുട്ടി ഊഞ്ഞാലാടുന്നുണ്ട്. ഒരു പെൺകുട്ടി ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുന്നത്? ഒരു പെൺകുട്ടി ഊഞ്ഞാലാടുന്നു. എ ഗേൾ ഈസ് സ്വിങ്ങിങ്. സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലെന്ന. എ ഗേൾ ഈസ് സ്വിങ്ങിങ്. അവൾ ഊഞ്ഞാലാടുകയാണ്. കണ്ടില്ലേ? എ ഗേൾ ഈസ് സ്വിങ്ങിങ്. പിന്നെയോ ഒരു ചെറുക്കനെ കണ്ടില്ലേ? കൊച്ചിറക്കൻ. അവൻ എന്താ ചെയ്യുന്നത്? അവൻ തെറ്റാലി കൊണ്ട് തെറ്റുക അല്ലേ? മാങ്ങായിക്കിട്ടായിരിക്കും തെറ്റുന്നത്. കണ്ടില്ലേ? അതിനവൻ ഉപയോഗിക്കുന്നത് തെറ്റാലി ഉപയോഗിക്കുന്നത്. അതിൽ കല്ല് വെച്ചിട്ടാണ് വലിച്ച് തെറ്റുന്നത്. കണ്ടില്ലേ? മാങ്ങ വീഴിക്കാനും വേണ്ടിയിട്ടാണ്. തെറ്റാലിക്ക് എന്നാ ഇംഗ്ലീഷിൽ പറയുന്നത്? കെറ്റാപ്പിൾട്ട് എന്ന് പറയുന്നത്. കെറ്റാപ്പിൾട്ട്. അപ്പോൾ നമ്മളവൻ ചെയ്യുന്ന കാര്യം എങ്ങനെ പറയും? വൺ ബോയ് ഈസ് കെറ്റാപ്പിൾട്ടിങ്. ദാറ്റ് ബോയ് ഈസ്, ഒരാൺകുട്ടി തെറ്റാലി കൊണ്ട് തെറ്റുന്നു അല്ലേ? അവൻ തെറ്റുകയാണ് തെറ്റാലി ഉപയോഗിച്ചിട്ട് അല്ലേ? അതിനാണ് കെറ്റാപ്പിൾട്ടിങ് എന്ന് പറയുന്നത്. വൺ ബോയ് ഈസ്
അടുത്തത് നോക്കിയേ, 3 ആൺകുട്ടികൾ കുളത്തിൻ്റെ കരയിലുണ്ടല്ലേ. അതെങ്ങനെ പറയുന്നത്? 3 ബോയ്സ് ആർ അറ്റ് ദി പോണ്ട്. 3 ബോയ്സ് ആർ നിയർ ദ പോണ്ട് എന്നും പറയാം. 3 ആൺകുട്ടികൾ കുളത്തിൻ്റെ അടുത്തുണ്ട്. 3 ബോയ്സ് ആർ നിയർ ദി പോണ്ട്. മനസ്സിലായോ? 1 ഗേൾ ഈസ് ഓൾസോ നിയർ ദം. 1 ഗേൾ ഈസ് ഓൾസോ നിയർ ദം. ഒരു പെൺകുട്ടിയും അവരുടെ അടുത്തുണ്ട്. 1 ഗേൾ ഈസ് ഓൾസോ നിയർ ദം. ഒരു പെൺകുട്ടിയും അവരുടെ അടുത്തുണ്ട്. അവൾ ചുവന്ന ഫ്രോക്കായിട്ടിരിക്കുന്നത് അല്ലേ. ഷീ ഈസ് വെയറിങ് എ റെഡ് ഫ്രോക്ക്. അവൾ എന്തായിട്ടിരിക്കുന്നത്? ഷീ ഈസ് വെയറിങ് എ റെഡ് ഫ്രോക്ക്. അവളൊരു ചുവന്ന ഫ്രോക്കായിട്ടിരിക്കുന്നത് അല്ലേ. ഷീ ഈസ് വെയറിങ് എ റെഡ് ഫ്രോക്ക്. അവളൊരു ചുവന്ന ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നത്. അല്ല, ഈ ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ എന്നാ? ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ ഡ്രസ്. ഫ്രോക്ക് മീൻസ് ഡ്രസ്. ഷീ ഈസ് വെയറിങ് എ റെഡ് ഫ്രോക്ക്. അവളൊരു ചുവന്ന ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ? പിന്നെ എന്താണ്? മരത്തിൻ്റെ ചുവട്ടിൽ കണ്ടോ 2 പേര് സംസാരിക്കുന്നത് അല്ലേ. എ മാൻ ആൻഡ് എ വുമൺ ഈസ് ദയർ. ഒരു പുരുഷനും ഒരു സ്ത്രീയും അവിടെയുണ്ടല്ലേ. ദേ ആർ ടോക്കിംഗ്. അവർ സംസാരിക്കുന്നു. ദേ ആർ ടോക്കിംഗ്. അവർ സംസാരിക്കുന്നു. ഇതാ പറഞ്ഞ് നമ്മൾ അടുത്ത പേജിലെത്തി. കണ്ടില്ലേ? 23-ാമത്തെ പേജിലെത്തി. അതിലുമുണ്ട് കുറേ പടങ്ങൾ. കണ്ടില്ലയോ? എന്തായാലും ഒരു കുട്ടി സ്കിപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അവളുടെ ചുവന്ന ഡ്രസ്സായിട്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടി സ്കിപ്പ് ചെയ്യുന്നു. ഒരു പെൺകുട്ടിയുള്ളോ? 2 പെൺകുട്ടികൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? 2 പെൺകുട്ടികൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയുന്നത്? 2 ഗേൾസ് ആർ സ്കിപ്പിംഗ്. 2 ഗേൾസ് ആർ സ്കിപ്പിംഗ് എന്ന് പറയണം. മനസ്സിലായില്ലേ? 2 പെൺകുട്ടികൾ സ്കിപ്പ് ചെയ്യുന്നു. ഒരു പെൺകുട്ടിയാണ് നമ്മളെന്താ പറയുന്നത്? ഒരു പെൺകുട്ടിയാണ് നമ്മളെന്താ പറയുന്നത്? 1 ഗേൾ. ഒരു പെൺകുട്ടി സ്കിപ്പ് ചെയ്യുന്നു എന്നങ്ങനെ പറയും? 1 ഗേൾ ഈസ് സ്കിപ്പിംഗ്. 1 ഗേൾ ഈസ് സ്കിപ്പിംഗ്. ഇവിടെയാണ് 2 പെൺകുട്ടികളാണ് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്നു 2 ഗേൾസ് ആർ സ്കിപ്പിംഗ്. 2 ഗേൾസ് ആർ സ്കിപ്പിംഗ്. കണ്ടോ? 2 ആൺകുട്ടികളോട് എന്തോ കളിക്കുന്നുണ്ടല്ലേ. 2 അല്ല 3 ഉണ്ട്. അപ്പോൾ അതെങ്ങനെ പറയും? 3 ആൺകുട്ടികൾ കളിക്കുന്നു. 3 ബോയ്സ് ആർ പ്ലേയിങ്. 3 ബോയ്സ് ആർ പ്ലേയിങ് എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അവിടെ ഏത് പടമുണ്ട്? 2 പേര് ഇന്ന് ടിഫിൻ കഴിക്കുന്നുണ്ട്. അവരെന്തോ കഴിക്കുകയാണല്ലേ. 2 കുട്ടികൾ ആഹാരം കഴിക്കുന്നു. 2 ചിൽഡ്രൻ ആർ ഈറ്റിംഗ്. 2 ചിൽഡ്രൻ ആർ ഈറ്റിംഗ് ഫുഡ്. 2 കുട്ടികൾ ആഹാരം കഴിക്കുന്നു. 2 ചിൽഡ്രൻ ആർ ഈറ്റിംഗ് ഫുഡ്. 2 കുട്ടികൾ ആഹാരം കഴിക്കുന്നു. അതാണ്. അപ്പോഴേ നമുക്കിനി ഇതിൻ്റെ അകത്ത് ചോദ്യങ്ങൾ അതുണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം കേട്ടോ. 1, ഹൗ മെനി ചിൽഡ്രൻ ആർ ദയർ ഇൻ ദ പിക്ചർ? ഈ പടത്തിൽ എത്ര കുട്ടികളുണ്ടെന്ന്. ആൺകുട്ടികളെന്നല്ല, എത്ര കുട്ടികളുണ്ട്. ഹൗ മെനി ചിൽഡ്രൻ ആർ ദയർ ഇൻ ദി പിക്ചർ? ഈ പറയുന്ന പടത്തിൽ എത്ര കുട്ടികളുണ്ട്? നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. There are 13 children in this picture. അല്ലെങ്കിൽ there are 13 children in the picture. ഈ ചിത്രത്തിൽ 13 കുട്ടികളുണ്ട്. What games are they playing? What games are they playing? അവരെന്ത് കളികളാണ് കളിക്കുന്നത്? They are 2 പേര് സ്കിപ്പ് ചെയ്യുന്നല്ലേ. 2 girls are skipping. 2 boys are playing ball. 2 ആൺകുട്ടികൾ പന്ത് കളിക്കുന്നുണ്ട്.
പിന്നെ എന്തുവാ? വൺ ബോയ് ഈസ് ജമ്പിങ്. ഒരു ആൺകുട്ടി അവിടെ ചാടുന്നുണ്ട്, കളത്തിലിട്ടിട്ട് ചാടുന്നുണ്ട്. അതും ഏതോ ഒരു കളിയാണ് അല്ലേ? പിന്നെ വിച്ച് ഈസ് യുവർ ഫേവററ്റ് ഗെയിം? ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം? ചിലർക്ക് ക്രിക്കറ്റാണ് ഇഷ്ടം. അപ്പം നമ്മൾ പറയും മൈ ഫേവററ്റ് ഗെയിം ഈസ് ക്രിക്കറ്റ്. ചിലർക്ക് ഇഷ്ടം ഫുട്ബോളാണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് പറയും? മൈ ഫേവററ്റ് ഗെയിം ഈസ് ഫുട്ബോൾ. വേറെ ചിലരുടെ ഫേവററ്റ് ഗെയിം എന്തായിരിക്കും? പെൺകുട്ടികളാണെങ്കിൽ സ്കിപ്പിംഗ് അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. അപ്പം നമ്മളെന്ത് പറയും? മൈ ഫേവററ്റ് ഗെയിം ഈസ് സ്കിപ്പിംഗ്. എൻ്റെ ഫേവററ്റ് ഗെയിം സ്കിപ്പിംഗ് ആണ് എന്ന് പറയും. പിന്നെയോ, സം ചിൽഡ്രൻ ഇൻ ദ പിക്ചർ ആർ നോട്ട് പ്ലേയിങ്. ചില കുട്ടികളിവിടെ കളിക്കുന്നില്ല. ദേ ആർ നോട്ട് പ്ലേയിങ് ഗെയിംസ്. അവർ ഒരു കളികളും കളിക്കുന്നില്ല. വാട്ട് ആർ ദേ ഡൂയിങ്? ഒരു പെൺകുട്ടിയുണ്ട് അവിടെ ചുമ്മാ കയ്യും കെട്ടി നോക്കി നിൽക്കുക അല്ലേ? അപ്പോൾ നമ്മളെന്ത് പറയും? വൺ ഗേൾ ഈസ് സ്റ്റാൻഡിങ്. ഒരു പെൺകുട്ടി അവിടെ നിൽക്കുകയാണ്. വൺ ഗേൾ ഈസ് സ്റ്റാൻഡിങ്. ഒരു പെൺകുട്ടി നിൽക്കുകയാണ്. പിന്നെയോ, രണ്ട് കുട്ടികൾ ആഹാരം കഴിക്കുകയാണ്. ടു ചിൽഡ്രൻ ആർ ഈറ്റിംഗ് ദെയർ ഫുഡ്. രണ്ട് കുട്ടികൾ അവരുടെ ആഹാരം കഴിക്കുകയാണ്. ടു ചിൽഡ്രൻ ആർ ഈറ്റിംഗ് ദെയർ ഫുഡ്. രണ്ട് കുട്ടികൾ ആ സ്കൂളിൻ്റെ വരാന്തയിൽ ഇരിപ്പുണ്ട്. കണ്ടില്ലേ? രണ്ട് കുട്ടികൾ സ്കൂളിൻ്റെ വരാന്തയിൽ ഇരിപ്പുണ്ട്. അതെങ്ങനെ പറയും? ടു ചിൽഡ്രൻ ആർ സിറ്റിംഗ് ഓൺ ദി വരാന്ത. ടു ചിൽഡ്രൻ ആർ സിറ്റിംഗ് ഓൺ ദി വരാന്ത എന്ന് പറയും. മനസ്സിലായോ? അപ്പോഴേ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ചങ്ങ് തീർക്കാം. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പം ഈ ക്ലാസ് ഇവിടെ തീരട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.